Hi friends, welcome back to our channel. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പുതിയ സിലബസ് ആണ്, അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നുമില്ല. അതുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ കാണുക. അതുമാത്രമല്ല നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സ്പ്രെഡ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. In our country, with vast land area, high population and cultural diversity, it is imperative to address the socio-economic backwardness of various sections of the population. This backwardness can be remedied only by ensuring quality of opportunities, social justice and participation as envisaged by the Constitution. Democracy is complete only by bringing the socio-economically backward sections into the mainstream of society. The success or failure of a democratic system of government depends on the participation of the people. Constitutional institutions and non-constitutional institutions play an important role in ensuring the participation of various sections of the people in the political process. വിശാലമായിട്ടുള്ള ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നോക്കാവസ്ഥ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നെയിം ദ പ്രോസസ് ഓഫ് റിമൂവിങ് പേഴ്സൺസ് ഹോൾഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് ത്രൂ പാർലമെൻ്ററി പ്രൊസീഡിംഗ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുന്ന പ്രക്രിയ, അതിനെ പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംപീച്ച്മെൻറ്റ്. മൂന്നാമത്തത്, റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രാധാന്യം വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവർണൻസ്, പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് റൂളേഴ്സ് come to power through elections. The Election Commission of India into existence of 25th January 1950 based on Article 324 of the Indian Constitution. The Election Commission of India is an independent and authoritative governing body for ensuring fair and impartial elections. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് ഡെൻസിറ്റി പോപ്പുലേഷൻ. ജനസംഖ്യ ജനസാന്ദ്രതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജനസംഖ്യയും ജനസാന്ദ്രതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറയുന്നത്, ദ പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, ബട്ട് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റേഴ്സ് ഈസ് കോൾഡ് ഡെൻസിറ്റി പോപ്പുലേഷൻ. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെയാണ് നമ്മൾ ജനസാന്ദ്രത എന്ന് പറയുന്നത്. രണ്ടും വ്യത്യസ്തമാണല്ലേ. ഏഴാമത്തേത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൈ എക്സ്പെക്റ്റൻസി റൈറ്റ് ഇൻ കേരള. ഈ കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, ക്ലീൻനെസ്, ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഉയർന്ന സാക്ഷരതാ നിരക്കും ഉയർന്ന വിദ്യാഭ്യാസവും വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം, ശുചിത്വം, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ ആയുർദൈർഘ്യം കൂടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. എട്ടാമത്തേത്, ഡിഫൈൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ഹൗ ദേ ഇൻഫ്ലുവൻസ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. എന്താണ് ജനനനിരക്ക്, മരണനിരക്ക്, യുവജനസംഖ്യയെ ബാധിക്കുന്നത് എങ്ങനെയാണ്?
Birth rate is the number of lives birth per thousand of population. Death rate is the number of deaths per thousand of the population in a particular area at a specific time. Population growth slows down when the birth rate is low and the death rate is high. Population increases when the birth rate exceeds the death rate. അഥവാ ജനസംഖ്യയിലെ ഓരോ 1000ത്തിനും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനന നിരക്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ 1000ത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക് എന്ന് പറയുന്നത്. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയുന്നു. മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓക്കെ. Eighth question, the most notable temples and stone carved figures of this period can be seen at Mahabalipuram in Tamil Nadu. Justify. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളും കാണാവുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്താണ് അതിൻ്റെ കാരണം, ഏത് കാലഘട്ടത്തിലായിരുന്നു എന്നൊക്കെയാണ് നമ്മളവിടെ പറയേണ്ടത്. ഓൾസോ നോൺ ആസ് മാമല്ലപുരം ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഷോർസ് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ. The 5 monolithic Radha temples representing the 5 Pandavas and Draupadi. The shore temple built on the sea. The rock-carved figures called Arjuna's penance and Mahishasura Mardana are other examples of Pallava art. UNESCO has declared Mahabalipuram as a heritage city. മാമല്ലപുരം എന്നുകൂടി അറിയപ്പെടുന്ന മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഒറ്റക്കല്ലുകളിൽ തീർത്ത പഞ്ചപാണ്ഡവരെ സൂചിപ്പിക്കുന്ന 5 രഥക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പി കലയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. പാറയിലെ കൊത്തുപണികളായ അർജുന തപസ്, മഹിഷാസുരമർദ്ദനം എന്നിവ പല്ലവ കലയുടെ മറ്റു ഉദാഹരണങ്ങളാണ്. യുനെസ്കോ പൈതൃക നഗരമായി മഹാബലിപുരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റൊരു ചോദ്യമാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സോഷ്യൽ ലൈഫ് ഓഫ് ഗുപ്ത പീരീഡ്. ഗുപ്തകാല സാമൂഹ്യ ജീവിതം കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേരിയസ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് അഥവാ സ്ട്രീനീസ് were formed. Formation of a number of subdivisions in the society. Impossible for the existing Varna system to accommodate all these new occupational groups. Each occupational group became a new jati or upajati. People who came from outside the subcontinent, the forest dwellers and children born on intercaste marriage also formed new jatis. Evolved complex caste system. No change in the position and privileges of Brahmins, Kshatriyas and Vaishyas in the new complex system. ഗുപ്തകാല സമൂഹം ഒരു ഫ്യൂഡൽ സമൂഹമായിരുന്നു. പുതിയ തൊഴിൽ കൂട്ടങ്ങളെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. വ്യവസ്ഥയായിരുന്നു സാമൂഹിക ഘടനയുടെ അടിസ്ഥാനം. വർണ്ണവ്യവസ്ഥ പൊതുവിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ അനേകം ഉപജാതികൾ ഉണ്ടായി. അന്ത്യജർ എന്ന വിഭാഗം ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്നു. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യം. റൈറ്റ് ദ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. എന്തുകൊണ്ടായിരുന്നു ഗുപ്ത പീരീഡിൽ ആ ഒരു ഇന്ത്യൻ ട്രേഡിങ് അധപതിച്ചത് എന്തുകൊണ്ടായിരുന്നു? ദ കൊളാപ്സ് ഓഫ് ദ റോമൻ എംപയർ ബൈ ദ 6th century, ദ വെസ്റ്റേൺസ് ഹാഡ് ലേൺഡ് ദ ടെക്നിക് ഓഫ് സിൽക്ക് മേക്കിംഗ് ഫ്രം ദ ചൈനീസ്. 6ാം നൂറ്റാണ്ടിലെ റോമൻ എംപയറിൻ്റെ കൊളാപ്സും അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് സിൽക്ക് മേക്കിംഗ് ഒക്കെ വെസ്റ്റേൺ പഠിച്ചു, ആ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചത്. 11th question. Point out the features of the Ajanta caves. ലോക പ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? It is in Maharashtra, belong to the Gupta period, depict royal life, royal court and a celestial beings. Scenes from the Ramayana and the Mahabharata. Maharashtra also became themes of these paintings. Natural colors were used to paint pictures. അഥവാ രാജകീയ ജീവിതമായിരുന്നു ആ ഒരു ഗുഹകളുടെ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. രാജസദസ്സ്, അതിമാനുഷിക ജീവികളെ എന്നിവ ഇവയിലെ ചിത്രീകരണത്തിൽ വിഷയമാകുന്നുണ്ട്. രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ്. ഏറെയും തയ്യാറാക്കപ്പെട്ടത് പ്രകൃതി വർണ്ണങ്ങൾ കൊണ്ടാണ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡെസേർട്ട് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കോണ്ടിനെൻറ്റ്?
വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മരുഭൂമികൾ രൂപപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ട്രോപ്പിക്കൽ ഡെസേർട്സ് ആർ ജനറലി ലൊക്കേറ്റഡ് വെസ്റ്റ് ഓഫ് ദ കോണ്ടിനെന്റ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ് 15° and 30°. When the moisture carrying winds travel across the continent and reach the western edge, they lose all the moisture and become dry winds. So the western borders of the continent always remain dry. ഈർപ്പവാഹികളായ കാറ്റുകൾ ഭൂഖണ്ഡത്തിൻ്റെ കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറേ അരികിലെത്തുമ്പോൾ ഈർപ്പം മുഴുവൻ നഷ്ടപ്പെട്ട് വരണ്ട കാറ്റുകളായിട്ട് മാറുന്നു. അതിനാൽ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറുകളെ എല്ലായ്പ്പോഴും വരണ്ടതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ രാജസ്ഥാൻ ബാഗർ. രാജസ്ഥാൻ ബാഗറിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. The eastern part of the Thar Desert up to the Aravalli Ranges is a semi-arid plain which is known as the Rajasthan Bangar. It is drained by severe short season rivers originating from the Aravalli. These rivers make agriculture possible in some patches of fertile tracts called Rohi. ആരവല്ലി പർവ്വതനിരവിലെ വ്യാപിച്ചിരിക്കുന്ന ധാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ബാങ്കർ എന്ന് പറയുന്നത്. അശ്രുകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്ന് അറിയപ്പെടുന്നു. ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാകുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ഇനി അടുത്ത ചോദ്യം, വൈ ഡസ് ദ താർ ഡെസേർട്ട് റിസീവ് എ വെരി ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ? എന്തുകൊണ്ടാണ് താർ മരുഭൂമി മേഖലയിൽ തീരെ കുറഞ്ഞ അളവിൽ മഴ ലഭിക്കുന്നത്? The Arabian Sea branch of southwest monsoon winds which enter Gujarat through the western coastal plain passes parallel to the Aravalli mountain range. These winds do not enter the interior parts of Rajasthan. The chance of rainfall from these monsoon is very low in the western part of Rajasthan. The Thar Desert receives no rainfall as the Aravalli mountain range block the Bay of Bengal branch of the southwest monsoon. High evaporation rates and dry winds in the Thar Desert regions reduce the chances of rainfall. എന്താണ്? ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നു. പടിഞ്ഞാറ് ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെൻറ്റിമീറ്ററിലും കുറവാണ്. മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി, ആരവല്ലി പർവ്വതനിരയുടെ സ്ഥാനം എന്നിവയാണ് ഈ മഴ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 15th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസിങ് പീപ്പിൾ ലിവിങ് ഇൻ ഡെസേർട്ട്? മരുഭൂമിയിലെ ജനജീവിതം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വെല്ലുവിളികളാണ്? Even though numerous such harsh conditions prevail here, the people making survival possible by living in harmony with nature. Temperature reaching up to 50°C during summer led to acute water scarcity. Absence of rain, extreme heat and strong winds make human life challenging in Thar Desert. A good network of roads is not possible in the desert. The strong winds blowing across the road and the melting of tar due to extreme heat often obstruct transportation. The communication facilities available here are also inadequate. അതിരൂക്ഷമായ താപനിലയിലും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50°C വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നു. മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല. കടുത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മഴക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾക്കൊക്കെ കൊണ്ടാണ് അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി കനാൽ ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ത്രൂ Thar Desert in Rajasthan, formerly known as the Rajasthan Canal. It was renamed as Indira Gandhi Canal. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി രാജസ്ഥാന്റെ വികസനത്തെ സഹായിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, അതിൻ്റെ ആൻസർ മാറിപ്പോയി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Indira Gandhi Canal has been constructed for irrigation through Thar Desert in Rajasthan, formerly known as the Rajasthan Canal. It was renamed as Indira Gandhi Canal, 10 Hour of Indira Gandhi.
written Horror of Indira Gandhi, the former Prime Minister of India. The canal system originates from the Hariki barrage and supplies water to Sri Ganganagar, Bikaner and Jaisalmer. The Indira Gandhi Canal is western eastern Rajasthan. Through this project, agriculture production has increased considerably. Likewise, industries associated with the agriculture has also flourished. Availability of fodder has significantly helped livestock rearing. രാജസ്ഥാനിലെ മരുഭൂമിയുടെ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചാബിലെ ഹരികെ ബരേജിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ഗംഗാനഗർ, പീക്കാനീർ, ജയ്സാമർ എന്നിവിടങ്ങളിലെ ജലവിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. ഹൗ ആർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് റിലേറ്റഡ് ടു ഈച്ച് അതർ? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Products produced in the primary sector are used as raw materials to manufacture products in the industrial sector. The food and industrial production produced in this way can be delivered to the consumers through various services in the tertiary sectors. These primary, secondary and tertiary sectors are interrelated in the production process. പ്രാഥമിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യവസായ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളും വ്യവസായ ഉൽപ്പന്നങ്ങളും ആവശ്യക്കാരിലേക്ക് എത്താൻ തൃതീയ മേഖലയിലെ വിവിധ സേവനങ്ങളിലൂടെ സാധ്യമാകുന്നു. ഇപ്രകാരം ഉൽപ്പാദന പ്രക്രിയയിൽ പ്രാഥമിക, ദ്വിതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് 18ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഇൻ മെഷറിംഗ് നാഷണൽ ഇൻകം? ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്തെല്ലാം? ലാക്ക് ഓഫ് അക്യുറസി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഡബിൾ കൗണ്ടിംഗ്, ദ പോസിബിലിറ്റി ഓഫ് കൗണ്ടിംഗ് ദ monetary value of the product in more than one stage of production, non-inclusion of goods and services produced for self-consumption, not including those products whose monetary value is not determined in the market. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം, സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. വിപണിയിലെ ചില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. Next question. What are the conditions prevailing in India in favor of nourishing the knowledge-based sector and to enhance the contribution of the tertiary sector to national income? അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കുന്നതിനും അനുകൂലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മാസ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ ഹാൻഡിൽ ഫോറിൻ ലാംഗ്വേജ് വിത്ത് ഈസ്, improve scientific and technological growth, extensive government cooperating private sectors, the ever evolving market which grow day by day. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ വിശദമാക്കുക. പ്രൊവൈഡ് സജഷൻസ് ടു എലിമിനേറ്റ് ഇനീക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ, ആക്ഷൻ റിലേറ്റഡ് ടു ജെൻഡർ ജസ്റ്റിസ്, അഡ്വൈസ് ഗവേൺസ് ഓൺ പോളിസി ഫോർമുലേറ്റിംഗ് ഓൺ ഇഷ്യൂസ് എഫക്റ്റിംഗ് വുമൺ, ചെക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ വുമൻസ് സേഫ്റ്റി. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളെയും വിവേചനങ്ങളെയും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ലിംഗനീതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചുമതലകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന വിശദമാക്കുക. ഇലക്ഷൻ കമ്മീഷൻ കൺസിസ്റ്റഡ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 commissioners. They are appointed by the President of India. The tenure of office of the commission is 6 years or up to age of 65. The chief election commissioner can be removed from the position only through impeachment. The activities of the election commission in different states and union territories are coordinated by
ചീഫ് ഇലക്ട്രൽ ഓഫീസേഴ്സ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ 2 കമ്മീഷണർമാരും ചേർന്നതാണ് അംഗങ്ങളെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ അബൌട്ട് സംഘാസ് ആൻഡ് സ്തൂപാസ് ഇൻ റിലേറ്റഡ് ടു ബുദ്ധിസം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സംഘങ്ങൾ, സ്തൂപങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Stupas are built on sites where the physical remains of the Buddha or object used by Buddha were buried. Stupas are made in semicircular shapes. സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കുത്തുപണികളെ സമ്പന്നമാണ് സ്തൂപങ്ങൾ. അടുത്തത് സംഘാസ് ആണ്. സംഘാസ് ഓഫ് മോങ്സ് were formed of propagate Buddhism. Women of the Sangha were as known as Bhikshunis and the men were called Bhikshus. സംഘങ്ങൾ ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചു. ജാതിലിംഗ പരിഗണനകൾ ഒന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെടുന്നത്. 23. Explain the economic changes that brought about by the spread of land grants to South India. ദക്ഷിണേന്ത്യയിലേക്കുള്ള ഭൂമിദാനത്തിൻ്റെ വ്യാപനം സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമാക്കാനാണ്. ബ്രാഹ്മിൻസ് എൻജോയ്ഡ് എ ഹൈ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി ആൻഡ് എക്കണോമി ഓഫ് സൗത്ത് ഇന്ത്യ. It led to the development of agriculture. The kings and the village administration encouraged agriculture by building reservoirs and providing irrigation system. The surplus of agriculture production led to development of trade. Along with internal trade, maritime trade also grew and trade groups or code societies were formed. Ports such as Cork, Kayal Town, Periyapattanam etc. grew up. ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. കൃഷി വികസനത്തിന് കാരണമായി രാജാക്കന്മാരും ഗ്രാമഭരണകൂടവും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനം ഒരുക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. കൃഷിയുടെ ഉൽപ്പാദനത്തിൻ്റെ മിച്ചം വ്യാപാരത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു. സമൂഹങ്ങൾ എന്ന കച്ചവട കൂട്ടായ്മകൾ രൂപപ്പെട്ടു. കോർക്കെ, കായൽ, പെരിയപട്ടണം മുതലായ തുറമുഖങ്ങൾ വളർന്നു വന്നു. അടുത്തൊരു ചോദ്യം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ദ ക്യാബിനറ്റ് ആൻഡ് ലിസ്റ്റ് ഔട്ട് അതർ ഫംഗ്ഷൻസ്. രാജഭരണം നിർവഹിക്കുക എന്നത് മന്ത്രിസഭയുടെ ചുമതലകളിൽ ഒന്നാണ്. മറ്റു ചുമതലകൾ ലിസ്റ്റ് ചെയ്യാനാണ്. ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ലെജിസ്ലേഷൻ, ഫോർമുലേറ്റ് നാഷണൽ ആൻഡ് ഫോറിൻ policy, draft bills and ordinance, coordinate the work of various departments, perform other administrative and welfare functions and external relations. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ എക്സ്റ്റെൻസീവ് ഹോട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ? ലിസ്റ്റ് ഔട്ട് എനി 2 characteristics ഓഫ് ദിസ് റീജിയൻ. ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണമരുഭൂമി ഏത്? ഇതിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ്. ദ താർ ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ദിസ് ഡെസേർട്ട് സ്പാൻസ് ഓൺ ഏരിയ അറൌണ്ട് 2 lakh square kilometers, of which 1,75,000 square kilometers are located in India. ഥാർ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. 200,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 കിലോമീറ്റർ ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് സോഷ്യൽ സയൻസ് നമുക്കറിയാം ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക, പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.